നമ്മൾ കാണാത്ത സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാത്രി ഇരുട്ടാണ്. സ്കൂബ സംഘത്തിന് അവരുടെ രാവിലെ 6 മണി മുതൽ തുടങ്ങുന്ന ആ പ്രവർത്തനം തുടങ്ങാൻ നിർവാഹമില്ല എന്നാണ് തോന്നുന്നത്. അവർ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഷഫീദ് റാവുത്ത് ചേരുന്നു. ഷഫീദ്, ഓർക്കണം, ഇന്നലെ രാത്രി വൈകിപ്പോയ അതേ സംഘം രാവിലെ 6 മണി മുതൽ തുടങ്ങിയതാണ്. ഈ സമയം അത്രയും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എന്തോ 10-15 മിനിറ്റ് മാറ്റി നിർത്തിയാൽ ഈ സംഘം ഈ പറയുന്ന അഴുക്കിൽ കിടക്കലാണ്. അങ്ങനെ ഒരു സംഘത്തിന് അഴുക്കിൽ കിടക്കേണ്ടി വരുന്നത് കേരളത്തിന് നാണക്കേടാണ്, അത് മറ്റൊരു കാര്യം. പക്ഷേ അവരുടെ ആ പ്രവർത്തനത്തെ എത്ര പ്രകീർത്തിച്ചാലും അത് നിസ്തുലമാണ്, അങ്ങേയറ്റം നിസ്തുലമാണ്. ഷഫീദ്, രക്ഷാപ്രവർത്തനത്തിന്റെ അപ്ഡേറ്റ് എന്താണ്? ഹഷ്മി സൂചിപ്പിച്ചതുപോലെ പടുകുഴിയിൽ, മാലിന്യക്കുണ്ടിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ക്യൂബ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഹഷ്മി നമ്മുടെ DRM മനീഷ് താപ്ലിയാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കുറച്ച് മുൻപാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പഴിചാരലൊക്കെ കണ്ടത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. As you are all aware, an unfortunate incident has happened. We are aware that from the upstream, lot of muck and debris is there. We can see that we have cleared about 5 or 6 loads of debris, which we can see here. Much more cleaning needs to be done. We will have it organized in consultation with the corporation. Some specialized cleaning of the canal will also be required. So we are in discussions with the corporation and we'll find a way and get everything cleaned up very fast. This is a disaster moment and corporation and railway having fight with each other. No. There is no fight with each other. As you have seen that some waste is getting dumped in the storm water. Normally you would not expect such kind of garbage in the water. But unfortunately this garbage is there. And that garbage is kind of choking the canal. So there is no fight as such. Together we will solve it out and get the canal clean. Sir, one doubt. Is railway getting a notice from corporation about the waste cleaning? We are always in discussions and dialogue, and this time earlier the corporation used to do the cleaning. So this time we have also started to do the waste cleaning. As you can see that waste which is dumped here. താങ്ക് യു വെരി മച്ച്. ഹഷ്മി, അതാണ് ഈ റെയിൽവേ DRMന്റെ പ്രതികരണം. അദ്ദേഹം കടുപ്പിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിലുമുണ്ട് നഗരസഭയിലേക്ക് ഒരു പഴിചാരൽ. അങ്ങനെ ഉദ്യോഗസ്ഥർ പഴിചാരുമ്പോൾ പടുകുഴിയിൽ ഫയർഫോഴ്സ് അതേപോലെ തന്നെ സ്ക്യൂബ ഡൈവിംഗ് സംഘം കഴിഞ്ഞ 32 മണിക്കൂറിലധികം സമയം ആ മനുഷ്യർ ഈ നഗരം ഒഴുക്കിവിട്ട ആ മാലിന്യ കൂമ്പാരത്തിൽ അടിയിൽ കിടക്കുകയാണ്. അവരിപ്പോഴും ആ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും അത് ഇന്ന് രാത്രിയിലേക്ക് മാത്രമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ നഗരസഭയും റെയിൽവേയും തമ്മിൽ പഴിചാരുമ്പോൾ ഒരു മനുഷ്യൻ, അതായത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ജീവന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ നഗരത്തിലേക്ക് വന്നതാണ്. കേവലം 1500 രൂപയ്ക്ക് വേണ്ടി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. ജോയിയുടെ അദ്ദേഹം എവിടെ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, അദ്ദേഹം അഴുക്കുചാൽ എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഫയർഫോഴ്സിൻ്റെ വീഴ്ചയല്ല. ഇപ്പോഴും എടുത്തു പറയുന്നു, ആദ്യഘട്ടത്തിൽ നഗരസഭ കൃത്യമായ ഇടപെടലൊക്കെ നടത്തി. പക്ഷേ ഇത് ആരുടെ ഉത്തരവാദിത്തം? അങ്ങനെ മാലിന്യം കുന്നുകൂടി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്ത് മാലിന്യം കുന്നുകൂടിയിട്ടും കാണാതെ പോയ അധികാരവർഗം റെയിൽവേ, അവർക്കാണ് ഇതിൻ്റെ പഴി. ഏതായാലും ഇന്നത്തെ അന്വേഷണം, ഇന്നത്തെ തിരച്ചിൽ അത് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത് കേരളം ഒന്നാകെ തുറന്നു കാണുന്നതാണ്. മനുഷ്യ വിസർജ്യം ഇടയ്ക്ക് ആ ക്യാമറ പോകുമ്പോഴേക്കും അതിനുള്ളിൽ ഒരു കക്കൂസ്, 2 പൈപ്പുകൾ, ഒന്ന് പൊട്ടി ഒലിക്കുന്നു, ഒന്ന് ഒരടപ്പവും ഇല്ലാതെ കക്കൂസിൽ നിന്നുള്ള നേരിട്ട് മനുഷ്യ വിസർജ്യങ്ങൾ ആ ടണലിലേക്ക് ഇറങ്ങുന്ന നമ്മൾ ആ ദൃശ്യങ്ങൾ ലൈവായി നേരിട്ട് കണ്ടതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ അടക്കമുള്ള വെള്ളത്തിലാണ് ഈ പറയുന്ന 10-26 മനുഷ്യർ ഈ മണിക്കൂറുകളിൽ മുഴുവൻ നിൽക്കുന്നതെങ്കിൽ അവർ സല്യൂട്ട് അർഹിക്കും.